ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 5-ലെ മാത്തമാറ്റിക്സ് ആട്ടോ. പുതിയ ബുക്കൊക്കെ മാറിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ആ പുതിയ ബുക്കാണ് കേട്ടോ. 2024 നമ്മൾ മാറിയ ഈ പുതിയ ബുക്കാണ് ടീച്ചറോട് എടുക്കാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ചാപ്റ്ററാണ് ടീച്ചർ എടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്പർ വേൾഡ്. സെക്കൻഡ് ചാപ്റ്റർ എന്താണ്? നമ്പർ വേൾഡ് അല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ഇവിടെ മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ 1, 10, 100, 1000, 10,000 അല്ലേ. ഇതൊക്കെ നമ്മൾ വായിക്കാൻ അറിയുന്നതാണ് അല്ലേ. 1, 10, 100, 1000, 10,000. അപ്പോൾ 1 കഴിഞ്ഞിട്ട് നമ്മൾ 0 ഇട്ട് കൊടുത്താൽ 10, 2 0 ഇട്ട് കൊടുത്താൽ 100, 1000, 10,000 അല്ലേ. പിന്നെ എന്താ ഇവിടെ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഓർഡർ പഠിക്കണം കേട്ടോ. ഏത് 1, 10, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ കേട്ടോ. അതാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഇവിടുന്ന് മുതൽ പഠിക്കുക, 1 മുതൽ കേട്ടോ. അത് ഓർഡറായിട്ട് കറക്റ്റായിട്ട് തന്നെ പഠിക്കുക. എന്നാലേ നമുക്ക് നമ്പേഴ്സൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ എന്താണ് നമുക്ക് ഇതിപ്പോൾ നമുക്ക് 1 ആണല്ലേ. 10 ആണെങ്കിൽ 10 ആണെന്നറിയാം. 100 അറിയുമ്പോൾ 100 എന്നറിയാം. 3 0 ഇടുമ്പോൾ എന്താണ് 1000 ആണെന്നറിയാം അല്ലേ. അതുപോലെ തന്നെ എന്താണ് നമ്മൾ നമ്പേഴ്സ് വരുമ്പോൾ 0 അല്ലാതെ നമ്പേഴ്സ് ഇങ്ങനെ നമ്പേഴ്സ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ നമ്പേഴ്സ് വരുന്നത് നോക്ക്. ഇങ്ങനെ നമ്പേഴ്സൊക്കെ വരുമ്പോൾ എങ്ങനെ വായിക്കുക എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ പഠിക്കേണ്ടതാണ് ആദ്യം നിങ്ങൾ ഈ നമ്പേഴ്സ് പഠിക്കുക എന്നുള്ളത്. ഏത് 1, 10, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ. അത് ഓർഡറാക്കി പഠിക്കുക. എന്നിട്ട് ആ നമ്പർ എണ്ണണം നമുക്ക്. ഓക്കെ. പിന്നെ അതുപോലെ നമ്മളിവിടെ നാട്ടിൽ ഇന്ത്യയിലാണ് എന്ത് ഇങ്ങനെ പറയുന്നത് അല്ലേ. 1, 10, 100, 1000, 10,000, ലാക്ക്, 10 ലാക്ക്, ക്രോർ എന്നൊക്കെ അല്ലേ. പുറമെയുള്ള രാജ്യങ്ങളിൽ എന്താണ് പറയുന്നത്? ഈ ലാക്കിന് അല്ലേ യൂണിറ്റ് 10, 100, 1000, 10,000 ലാക്കിന് 100,000 എന്നും പിന്നെ ഒരു 0 കൂട്ട മില്യൺ എന്നും പിന്നെ ഒരു 0 കൂട്ട 10 മില്യൺ, 100 മില്യൺ, ബില്യൺ അങ്ങനെയൊക്കെയാണ് പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ പറയുന്നത്. പിന്നെ എന്താ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ? എന്താണ് ഗൂഗിൾ? ഇവിടെ നോക്കൂ. ഈ എഡ്വാർഡ് കാസ്നർ എന്ന് പറഞ്ഞൊരു മാത്തമാറ്റിക്സ് അല്ലേ, ഒരു മാത്തമാറ്റീഷ്യനാണ് അല്ലേ, ടീച്ചറാണ് USA അദ്ദേഹത്തിൻ്റെ ഒരു നെഫ്യൂനോട്, അതായത് പെങ്ങളെ മോനോട് ചോദിച്ചത് ഈ ഒന്നിട്ടിട്ട് 100 പൂജ്യം എന്താണെന്നുള്ളത്. അപ്പോൾ അവൻ പറഞ്ഞ എന്താ ഗൂഗിൾ എന്ന് അല്ലേ. പിന്നെ അയാൾ ആ ബുക്കിൽ എഴുതിയതിന് ശേഷം എന്താണ് ആ നമ്പറിന് അല്ലേ എന്താണ് ഈ ഗൂഗിൾ എന്നുള്ള പേര് വന്ന് 1 100 പൂജ്യമുള്ള ആ നമ്പറിന് എന്താണ് ഗൂഗിൾ എന്നാണ് വിളിക്കുക കേട്ടോ. 1 100 പൂജ്യമുള്ള നമ്പറിന് ഗൂഗിൾ. ഓക്കെ. ഈ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്യുന്നില്ലേ, അത് ഈ വാക്കിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഓക്കെ. പിന്നെ ഇവിടെ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ നമ്പർ എങ്ങനെ വായിക്കുക എന്നുള്ളതാണ് അല്ലേ. ഈ നമ്പർ നമ്മൾ എങ്ങനെ വായിക്കാം നോക്കൂ. ഇപ്പോൾ ഈ നമ്പർ നമ്മൾ വായിക്കാമെന്ന് വിചാരിച്ചോ. ഈ നമ്പർ വായിക്കുക. ഫസ്റ്റത്തെ തന്നെ എന്താണ് ഫസ്റ്റത്തെ ഈ നമ്പർ വരുമ്പോൾ ആദ്യം ഇവിടെ നിന്നാണ് നമ്മൾ ഇടുക. ഞാൻ പഠിക്കാൻ പറഞ്ഞില്ലേ 1, 10, 100 ഓർഡറിൽ പഠിക്കുക കേട്ടോ. അപ്പോൾ നോക്കുന്നത് ഇത് 1 പറയും, ഇതിന് 10 പറയും. ഇങ്ങനെ എണ്ണണം ഓരോന്നും. 1, 10, 100, 1000, 10,000, ലാക്ക് അല്ലേ. അപ്പം ലാക്ക് വരെയുള്ള നമ്പറാണ് ഇതിലുള്ളത് അല്ലേ. അപ്പോൾ ലാക്കിൽ 3 ഉള്ളത് അല്ലേ. അപ്പോൾ 3 ലാക്ക് നമ്മൾ പറയും. ഓക്കെ. 3 ലാക്ക്. പിന്നെ 62,000, പിന്നെ 880 അങ്ങനെയാണ് നമ്മളിത് വായിക്കുക കേട്ടോ. ഓക്കെ. മനസ്സിലായാലും ഇവിടെ നിങ്ങളുടെ എണ്ണണം കേട്ടോ. അങ്ങനെ അപ്പോൾ ഇതെങ്ങനെ വായിക്കുക? 3,62,880 അങ്ങനെ ഏത് നമ്പർ നമ്മൾ എന്താണ് അങ്ങനെയാണ് നമ്മൾ വായിക്കുക. ഓക്കെ. പിന്നെ ഇവിടെ പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നുകൂടി ടീച്ചർ കാണിച്ചു തരാം. 3,62,880 ഇതിനാണ് ഇത് വായിക്കുന്നത്. പിന്നെ ഇതിനെയൊക്കെ എങ്ങനെ വായിക്കുക? ഈ പ്ലാനറ്റ് ഡിസ്റ്റൻസ് ഇതിനെ നമ്മൾ എങ്ങനെ വായിക്കും? എങ്ങനെയാണ് ഇത് വായിക്കുക? ഇതിനെ നമ്മൾ 1, 10, 100, 1000, 10,000, ലാക്ക് അല്ലേ. അപ്പോൾ ഇതിനെ നമ്മൾ വായിക്കുക എന്താണ്? ലാക്കിൻ്റെ സ്ഥാനത്ത് ഏതാ ഉള്ളത്? 2 ആണുള്ളത് അല്ലേ. അപ്പോൾ 2 ലാക്ക്. പിന്നെ ഈ 34,000 എന്ന് വായിക്കുക. 2 ലാക്ക് കഴിഞ്ഞാൽ 34,567 എന്ന് വായിക്കും. ഓക്കെ. പിന്നെ എന്താ 2 ലാക്ക് അല്ലേ. പിന്നെന്താ ഈ നമ്പർ നമ്മൾ എന്തൊക്കെ വായിക്കുന്നതാണ്? ഇൻ 2023 മിനിമം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ എർത്ത് ആൻഡ് ദ മൂൺ ഈസ് ഇത്രയും കിലോമീറ്റർ ആൻഡ് മാക്സിമം ഇത്രയും കിലോമീറ്റർ അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് നമ്മൾ വായിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് വായിക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞത് 1, 10, 100, 1000, 10,000, ലാക്ക് അല്ലേ. അപ്പോൾ 3 ലാക്ക്. ലാക്കിൻ്റെ സ്ഥാനത്ത് 3 ആണ് അല്ലേ. അപ്പോൾ 3,56,569. 100ൻ്റെ സ്ഥാനത്ത് 5 അല്ലേ. അപ്പോൾ 569 അല്ലേ. അങ്ങനെയാണ് വായിക്കുക. ഓക്കെ. അപ്പോൾ ഈ നമ്പർ ഇല്ലാതെ നമുക്ക് ഇതിനെ ആദ്യം 9 എന്നാണ് വായിക്കുക അല്ലേ. ഇതിനെ 69, ഇതിനെ 569 വായിക്കും അല്ലേ. പിന്നെ 6,569 വായിക്കും. ഇതിന് 56,569 വായിക്കും. പിന്നെ 3,56,569. ഓക്കെ. ഇനി ഇവിടെ നോക്കിയാൽ ഇതിനെ എങ്ങനെ വായിക്കാം നമ്മൾ? ഇതിനെ നമ്മൾ 1, 10, 100, 1000, 10,000, ലാക്ക് അല്ലേ. അപ്പോൾ നമ്മൾ ലാക്കിൻ്റെ സ്ഥാനത്ത് എന്താ 4 ആണ് അല്ലേ. 4 ലാക്ക്.
പിന്നെ എന്താണ് ഇവിടെ 0 ആണ് അല്ലേ. അപ്പോൾ 64 24 എന്നൊന്നും വായിക്കാൻ 26 എന്നൊന്നും വായിക്കാൻ കഴിയില്ല അല്ലേ. അപ്പോൾ ഇവിടെ 0 ആണ്. അപ്പോൾ എന്താ 4,06,000 മതി. ഓക്കെ, 06 ആയതുകൊണ്ട് 6,458 എന്നാണ് വായിക്കുക കേട്ടോ. ഇനി ഇതിനെങ്ങനെ നമ്മൾ വായിക്കുക? അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് ദ പോപ്പുലേഷൻ ഓഫ് കേരള, കേരളത്തിലുള്ള പോപ്പുലേഷൻ ഇത്രയും, അതുപോലെ ടോട്ടൽ പോപ്പുലേഷൻ ഓഫ് ഇന്ത്യയിലുള്ള പോപ്പുലേഷൻ ഇത്രയുമാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതെങ്ങനെ വായിക്കുക എന്നാണ്. നമുക്ക് കേരളത്തിലെ പോപ്പുലേഷൻ എങ്ങനെ വായിക്കും? ഇതാ നോക്കൂ, ഇത് 1, 10, 100, 1000, 10,000, lakh, 10 lakh, crore അല്ലേ. അപ്പോൾ ക്രോറിൻ്റെ സ്ഥാനത്ത് 3 ആണുള്ളത് അല്ലേ. അപ്പോൾ 3 crore 34 lakhs 6,061. ഓക്കെ, അതാണ് ഇത് വായിക്കുക കേട്ടോ. ഇനി ഇതിനെങ്ങനെ വായിക്കും? ഇന്ത്യയിലുള്ള പോപ്പുലേഷനെ നോക്കാം നമുക്ക്. 1, 10, 100, 1000, 10,000, lakh, 10 lakh, 1 crore, പിന്നെ 10 crore, 100 crore അല്ലേ. അപ്പോൾ 121 crore 8,54,977 എന്ന് വായിക്കും. ഓക്കെ, ദെൻ ദ പ്രോഡക്റ്റ് ഓഫ് ഓൾ നമ്പേഴ്സ് ഫ്രം 1 to 11 ഈസ് ഇത്രയാണ് കേട്ടോ. അതായത് 1 മുതൽ 11 വരെയുള്ള എല്ലാ നമ്പേഴ്സിനും പ്രോഡക്റ്റ് 1 × 2 × 3 × 4 എന്ന് പറഞ്ഞ് 11 എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഡക്റ്റ് ഇത്രയും നമ്പറാണ്. അതിലെങ്ങനെ നമ്മൾ വായിക്കുക? ടീച്ചർ പറഞ്ഞ മാതിരി നിങ്ങൾ പഠിക്കുക. 1, 10, 100, 1000, 10,000, lakh, 10 lakh, crore അല്ലേ. അപ്പോൾ 3 crore 99,16,800 എന്ന് വായിക്കും. ഓക്കെ, ഇനി എന്താ ഗ്രോയിങ് നമ്പേഴ്സ് ആണ് അല്ലേ. നോക്കൂ, ഇവിടെ there are only 9 1-digit numbers അല്ലേ. 1-digit നമ്പർ എത്ര ഉണ്ട്? 9 എണ്ണം ഉണ്ട് അല്ലേ. 1-digit നമ്പർ 9 എണ്ണം ഉണ്ട് അല്ലേ. അങ്ങനെ 2-digit നമ്പർ എത്ര ഉണ്ട്? 1-digit എന്ന് പറഞ്ഞാൽ ഒറ്റക്ക ഉള്ളത് അല്ലേ. 2-digit എന്ന് പറയുമ്പോൾ 2 അക്കം. അപ്പോൾ 10, 11, 12 ഒക്കെ 2 അക്കല്ലേ ഉള്ളത്. അപ്പോൾ എന്താണ് 10, 11, 12, 13 എന്ന് പറഞ്ഞിട്ട് എത്ര വരും? 99 വരെ അല്ലേ. അതെന്താണ്? 2-digit നമ്പറാണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ അത് എത്ര ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 10 to 99 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് 10 to 99 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ് ആ ഡിജിറ്റ് എത്ര ഉണ്ട് തന്നെ ഇങ്ങനെ കുറേ എണ്ണണ്ടേ. അപ്പോൾ കുറേ എണ്ണേണ്ട കഷ്ടപ്പാടില്ല. നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 മുതൽ 99 വരെ എത്ര നമ്പർ ഉണ്ട്? 99 നമ്പർ അല്ലേ. 1 മുതൽ 99 വരെ എന്താണ് 99 നമ്പറാണുള്ളത്. ഓക്കെ, പിന്നെ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? 1 മുതൽ 9 എന്താണ് 2-digit നമ്പർ എന്ന് പറയുമ്പോൾ 10 to 11 അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ എന്താണ് 1 to 99 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചു അല്ലേ. അപ്പോൾ 99 നമ്പർ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് 1-digit നമ്പർ കുറച്ചാൽ മതി അല്ലേ. 1-digit നമ്പർ എത്ര ഉണ്ടായിരുന്നു? 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് 9 അല്ലേ. അപ്പോൾ 99 നമ്മൾ എന്താക്കുക? 9 കുറയ്ക്കുക. അപ്പോൾ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു എന്താ കിട്ടുക? 90 അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. അപ്പോൾ 2-digit നമ്പർ എത്ര ഉണ്ട്? 90. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ എന്താണ് 2-digit നമ്പർ എത്രയാണെന്ന് ചോദിച്ചാൽ 10 to 99 2-digit നമ്പർ എത്രയാണ് നമുക്ക് കിട്ടുക? 90 ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ ഇതാ. അപ്പോൾ 2-digit നമ്പർ എന്ന് പറയുമ്പോൾ 90. ഓക്കെ, ഇനി 3-digit നമ്പർ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ നമ്മൾ എന്താണ് നമ്മൾ എടുക്കുക അല്ലേ. 1 to 3-digit നമ്പർ എന്ന് പറയുമ്പോൾ എത്രയാണ്? 100 to 999 വരെയാണ് 3-digit നമ്പർ എന്ന് പറയുന്നത് അല്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താക്കുക? 1 to 999 വരെ എത്ര നമ്പർ ഉണ്ട് നോക്കുക. എത്രയാണ്? 999 നമ്പർ അല്ലേ. അതിൽ നിന്ന് എന്താക്കുക? 1-digit നമ്പറും 2-digit നമ്പറും കുറയ്ക്കുക അല്ലേ. 1-digit നമ്പറും 2-digit നമ്പറും കുറച്ചാൽ എത്രയാണ്? അപ്പോൾ 1-digit നമ്പർ എത്രയാണ്? 9 അല്ലേ. 2-digit നമ്പറോ 90 അല്ലേ. അപ്പോൾ 90 + 9 99. അപ്പോൾ 1-digit നമ്പറും 2-digit നമ്പറും കൂടി 99 വരെ ഉണ്ട് അല്ലേ. ഉണ്ട് അല്ലേ. അപ്പോൾ അതെന്താക്കുക? 999 ഈ 1-digit നമ്പറും 2-digit നമ്പറും കൂടി കുറയ്ക്കുക. 99 കുറയ്ക്കുക. അപ്പോൾ 900 നമ്പേഴ്സാണ് എന്ത് ഈ 3-digit നമ്പറിൽ ഉള്ളത് കേട്ടോ. അപ്പോൾ 100 to 999 വരെ എത്ര നമ്പർ ഉണ്ടെന്ന് ചോദിച്ചാൽ 900 നമ്പേഴ്സാണ് ഉള്ളത്. അപ്പോൾ മനസ്സിലായില്ലേ എങ്ങനെ കിട്ടിയെന്നുള്ളതല്ലേ 900. ഇനി നോക്കൂ, ഒന്നുകൂടി പറഞ്ഞു തരണം. എന്താ വെച്ചാൽ 1 മുതൽ 999 വരെ എത്ര സംഖ്യകളുണ്ട്? 999 വരെ അല്ലേ. 999 വരെ അല്ലേ. അപ്പോൾ 1 to 99 വരെ 100 മുതലാണ് എന്ത് നമുക്ക് 3-digit നമ്പർ വരുന്നത് അല്ലേ. അപ്പോൾ 1 to 99 വരെ എത്ര നമ്പർ ഉണ്ട്? 99 നമ്പർ അല്ലേ. അപ്പോൾ എന്താണ് 999 99 കുറച്ചാൽ 900 കിട്ടും. ഓക്കെ, ദെൻ അടുത്ത് നോക്കൂ. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ പ്രോബ്ലം. ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്താണ്? ഫസ്റ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ. ഹൗ മെനി 2-digit നമ്പർ ആർ ദർ ഇൻ ബോത്ത് ദ ഡിജിറ്റ് 1 and 3? 1 നും 3 എത്ര ഡിജിറ്റ്? 1 നും 3 ആയിട്ട് എത്ര 2-digit നമ്പർ ഉണ്ട്? അതായത് 13ഉം
31 അല്ലേ? 1ഉം 3ഉം അല്ലേ? അപ്പോൾ 13ഉം 31ഉം ആണ് അല്ലേ? ഓക്കെ. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ ഹാവ് 3 ഡിജിറ്റ്സ്? 135. 135 എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്? അപ്പോൾ നമുക്കറിയാം എന്ത് 2 ഡിജിറ്റ് നമ്പറിൽ 2 എണ്ണം ഉള്ളതെന്ന് അറിയാം അല്ലേ? അപ്പോൾ എന്താണ് 3 ഡിജിറ്റ് ഏതൊക്കെയായിരിക്കും? ഇപ്പോൾ 13ഉം 31ഉം വരുന്നു അല്ലേ? അപ്പോൾ നമുക്ക് എന്താക്കാം, ഈ 13ലും 31ലും ആണ്. അപ്പോൾ 13ൽ 5 ആദ്യം കൊടുക്കുക അല്ലേ? അപ്പോൾ 5 1 3 കൊടുക്കും. പിന്നെ 5 എന്താക്കുക, നടുക്ക് കൊടുക്കുക 1 5 3. പിന്നെ നമ്മൾ എന്താണ് 1 3 ലാസ്റ്റ് കൊടുക്കുക 5 അല്ലേ? അപ്പോൾ 1 3 5 ആയി അല്ലേ? പിന്നെ നമ്മൾ എന്താ 31ലാണ് അല്ലേ? അപ്പോൾ 31ൻ്റെ അവിടെ തന്നെ അല്ലേ 5 ആദ്യം കൊടുക്കുക 5 3 1 ആയി. പിന്നെ എന്തായി അതിൻ്റെ നടുക്ക് 5 നടുക്ക് കൊടുക്കുക അല്ലേ? അപ്പോൾ 3 5 1 ആയി. പിന്നെ എന്താണ് അതിൻ്റെ ലാസ്റ്റ് എൻഡിൽ കൊടുക്കുക അല്ലേ? അപ്പോൾ എന്താണ് 3 1 5 ആയി അല്ലേ? അപ്പോൾ എത്ര നമുക്ക് കിട്ടി? എത്ര ഡിജിറ്റ് നമ്പർ കിട്ടി? 6 ഡിജിറ്റ് അല്ലേ? അപ്പോൾ നമുക്കറിയാം എന്ത് ഈ 135 അല്ലേ 3 ഡിജിറ്റിനോട് നമുക്ക് എത്ര ഡിജിറ്റ് ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ ഹാവ് 3 ഡിജിറ്റ്? 3 ഡിജിറ്റിനോട് എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ എത്രയാണ്? 6 അല്ലേ? മറ്റേത് 2 ആയിരുന്നു അല്ലേ? അപ്പോൾ 3 ഡിജിറ്റിനാകുമ്പോൾ 3 × 2 6 നമ്പറാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിലോ 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതേപോലെ തന്നെ അല്ലേ? 135 നമുക്ക് ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് 513 അല്ലേ? അതിൻ്റെ ആദ്യത്തിലൊരു 7 കൊടുക്കുക, രണ്ടാമത് 7 കൊടുക്കുക, മൂന്നാമത് 7 കൊടുക്കുക, പിന്നെ ലാസ്റ്റും 7 കൊടുക്കുക അല്ലേ? അപ്പോൾ അങ്ങനെ കൊടുത്താൽ നമുക്ക് എത്ര കിട്ടും? അവിടെ നമുക്ക് 4 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? നേരത്തെ 2 ഡിജിറ്റ് നമ്പറിൽ നമ്മൾ 6 കിട്ടില്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 × 6 എത്രയാണ്? 24 ഡിജിറ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ എന്താണ് 1 ഡിജിറ്റ് ആണെങ്കിൽ 2 ഡിജിറ്റ് ആണെങ്കിൽ 2 എണ്ണം, 3 ഡിജിറ്റ് ആണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 3 × നേരത്തെ 2 കിട്ടിയ 2 ആയിരുന്നു അല്ലേ? അപ്പോൾ 3 × 2 6 ചെയ്യുക അല്ലേ? പിന്നെ 3 ഡിജിറ്റ് നമ്പറിലോ 3 × 3 × 2 6 അല്ലേ? ഇനി 4 ഡിജിറ്റിൽ 4 × നേരത്തെ എത്ര ടോട്ടൽ കിട്ടി? 6 കിട്ടി അല്ലേ? അപ്പോൾ 4 × 6 24. ഓക്കെ. അങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. ദെൻ പിന്നെ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ 3 ഡിജിറ്റിൽ 0 1 3 എന്ന് കൊടുത്താൽ നമുക്ക് എന്താണ് ഫസ്റ്റിൽ നമുക്ക് കൊടുക്കാൻ കഴിയില്ല അല്ലേ? 0 1 3 എന്ന് പറയുമ്പോൾ 0 ഫസ്റ്റ് കൊടുത്താൽ എന്താണ് 1 3 13 ആവുള്ളൂ അല്ലേ? അത് 2 ഡിജിറ്റിലേക്ക് വരില്ല. അപ്പോൾ എന്താണ് ഈ 0 ഫസ്റ്റ് കൊടുത്താൽ 3 ഡിജിറ്റിലേക്ക് വരില്ല. അത് നടുക്കൊക്കെ കൊടുത്താൽ 3 ഡിജിറ്റ് ആവും അല്ലേ? 0 കനോട്ട് ബി ദ ഫസ്റ്റ് ഡിജിറ്റ്. പിന്നെ ഇനി ഇവിടെ കാപ്രിക്കാർ നമ്പറാണ് പറയുന്നത് കേട്ടോ. കാപ്രിക്കാർ നമ്പർ എന്ന് പറയുമ്പോൾ ഈ നമ്പർ നോക്കൂ 2 3 5 6. ലാർജസ്റ്റ് നമ്പർ ഇതിൽ ഏതാണ്? ഫസ്റ്റ് വലിയ നമ്പർ ഇത് ഈ 4 ഡിജിറ്റിലും ലാർജസ്റ്റ് നമ്പർ ഏതാ? 6532. സ്മോളസ്റ്റ് നമ്പർ 2356 അല്ലേ? അതിൻ്റെ ഡിഫറൻസ് 4176. പിന്നെ എന്താക്കുക, ഇതിലെ ലാർജസ്റ്റ് നമ്പർ ചെയ്ത് സ്മോളസ്റ്റ് നമ്പർ ചെയ്ത് എന്നിട്ട് എന്താക്കുക അത് മൈനസ് ചെയ്യുമ്പോൾ 6174 എന്ന് കിട്ടും അല്ലേ? അങ്ങനെ റിപ്പീറ്റ് ചെയ്താൽ എന്താണ് നമുക്ക് കിട്ടുക എന്നാണ്. അപ്പോൾ 6174 ഇതാണ് എന്ത് കിട്ടുക നമുക്ക്. അപ്പം ഇതിനെയാണ് ഇത് കാപ്രിക്കാർ നമ്പർ എന്ന് പറയുന്നത്. ഈ കാപ്രിക്കാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ മാത്തമാറ്റീഷ്യനാണ് അല്ലേ? ഇവരും മഹാരാഷ്ട്രയിലുള്ളൊരു സ്കൂൾ ടീച്ചറാണ് അല്ലേ? അപ്പോൾ കാപ്രിക്കാർ നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6174. ഓക്കെ, 6174. പിന്നെ ഇവിടെ പറഞ്ഞില്ല 0 നമ്പേഴ്സ് 0 ആദ്യം ഒരു നമ്പർ വരുന്നത് എത്ര നമ്പർ ഉണ്ടാവും എന്നാണ്, എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാവും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്ത് 24 എന്നാണ് എന്ത് സാധാ നമ്പേഴ്സ് വരുമ്പം 24 നമ്പേഴ്സ് വരും നമുക്ക് പഠിച്ചിട്ടുണ്ട് അല്ലേ? അത്രയും. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അപ്പോൾ 24 ഉണ്ടാവും. അപ്പോൾ 24ന് ഈ 0 ഉള്ളത് എത്ര എണ്ണമാണ്? 4 ഉണ്ടാവും അല്ലേ? അപ്പോൾ 24ന് എന്താക്കുക ഒരു 6 അങ്ങ് മൈനസ് ചെയ്യുക. 0 വരുന്ന 6 എണ്ണമാണ് വരുന്നത് കേട്ടോ. അപ്പം എന്താണ് ഈ 24ന് 6 കുറച്ചാൽ 18 കിട്ടും. ഓക്കെ, അതാണ് പറയുന്നത്. 18 നമ്പർ ഉണ്ടാവും. ഈ 0 വരുമ്പോൾ ഇങ്ങനെ 4 നമ്പേഴ്സ് 0 ഇടയ്ക്ക് വരുന്നത് 18 നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ദെൻ ഇവിടെ നോക്കൂ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കേട്ടോ. ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് 0? ഹൗ മെനി വിത്തൗട്ട് 0? എന്താണ് എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 0 ഉള്ളത് എന്താ? 0 ഉള്ളത് എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 0 ഉള്ള 2 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് 10 മുതൽ 99 വരെയാണ് 2 ഡിജിറ്റ് നമ്പർ ഉള്ളത് അല്ലേ? അപ്പോൾ 0 വരുന്നത് ഏതൊക്കെയാണ്? 10 20 30 40 50 60 70 80 90 അല്ലേ? ഇതാണ് എന്ത് വരുന്നത്? 2 ഡിജിറ്റ് നമ്പറിൽ 0 വരുന്നത്. ഓക്കെ, ഇനി ഹൗ മെനി വിത്തൗട്ട് 0? ഇനി 0 ഇല്ലാത്ത എത്രയാണ്? അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? നമുക്ക് നോക്കാം. നമുക്ക് 10 മുതൽ 11 12 13 14 15 16 17 18 19 അല്ലേ? 9 അല്ലേ? പിന്നെ 20 പറ്റുമോ? അല്ല, അതിൽ 0 വരുന്നുണ്ട്. പിന്നെ 21 22 23 24 25 26 27 28 29 അല്ലേ? 30 പറ്റില്ല, അതിൽ 0 വരുന്നുണ്ട്. 0 ഇല്ലാത്തതാണ്. അങ്ങനെ നമുക്ക് എണ്ണിയാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഒരു ആൻസർ കിട്ടും അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഏത് മെത്തേഡിൽ ചെയ്യാം? ഇതിന് ആൻസർ എത്ര കിട്ടുക? 81 ആയിരിക്കും കേട്ടോ. 0 ഇല്ലാത്തത് എത്രയാണ്? 81 ആണ് നമുക്ക് കിട്ടുക.
സീറോ ഉള്ളത് എത്രയാണ് 9 കിട്ടും. ഓക്കെ, 0 ഉള്ളത് 9ഉം 0 ഇല്ലാത്തത് എത്രയാണ് 81 ആണ് കേട്ടോ. ഇനി അത് വേറൊരു മെത്തേഡിൽ നമുക്ക് എങ്ങനെ പറയാം, നമുക്ക് 11 മുതൽ 9 എന്താണ് 20 വരെ എത്രയായി, അല്ലെങ്കിൽ വേണ്ട നമുക്കറിയാം എന്താണ് 2 ഡിജിറ്റ് നമ്പർ എത്രയാണ് 90 ആണ് അല്ലേ. അപ്പോൾ 90ന്ന് ഈ 0 ഉള്ള ഈ നമ്പർ അങ്ങ് കുറച്ചാൽ മതി അല്ലേ. 90ന്ന് ഈ 9 കുറച്ചാൽ എത്ര 81. ഓക്കെ, അപ്പോൾ നമുക്ക് 81 കിട്ടും. അങ്ങനെയും ചെയ്യുക, അല്ലെങ്കിൽ എണ്ണീട്ട് നോക്കുക. 10, 8, 11, 12, 13 0 ഇല്ലാത്ത എണ്ണി നോക്കുക. ഓക്കെ, അങ്ങനെയും ചെയ്യുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 0. എന്താണ് ഇവിടെ പറയുന്നത്, ഈ എത്ര ഡിജിറ്റ് 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് 2 0 വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊക്കെയാണ്. അപ്പോൾ എത്രയാണ്, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് 2 0. 2 0 വരുന്നതാണ് അല്ലേ. 3 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 100 മുതലാണ് അല്ലേ. 100 മുതൽ 999 വരുന്നത്. അതിൽ 2 0 വരുന്നത് അല്ലേ. 100, 200, 300, 400, 500, 600, 700, 800, 900 വരെയാണ് അല്ലേ. അപ്പോൾ എത്ര എണ്ണമാണ്, 9 ആണ് അല്ലേ വരുന്ന ആൻസർ. അപ്പോൾ ഇത് എത്ര ഡിജിറ്റ് വരും എന്ന് പറഞ്ഞാൽ എത്ര 3 ഡിജിറ്റ് നമ്പറിൽ 2 0 വരുന്നത് എത്രയാണ് 9. ഓക്കെ, അപ്പോൾ ഇത് 9 ആണ്. മനസ്സിലായല്ലോ. ദെൻ ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ഓൺലി 1 0. ഒരു 0 വരുന്ന എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു 0 വരുന്ന എത്രയാണ്, ഒരു 0 വരുന്ന ഏതാണ്, ഇപ്പോൾ 101 അല്ലേ. 101 വരും, പിന്നെ 102 വരും, 103 വരും, 104 വരും. ഇതൊക്കെ ഒരു 0 അല്ലേ. 105 വരും, പിന്നെ 106, 107, 108, 109 അല്ലേ. പിന്നെ 110, 101, 102, 103, 104, 105, 106, 107, 108, 109, 110 അല്ലേ. 10 വരുന്നത്. പിന്നെ വരുന്നത് ഏതാണ്, 120 വരുന്നുണ്ട് അല്ലേ. എന്താണ് 120 വരും, പിന്നെ 130 വരും, 140 വരും. ചിന്തിച്ച് നോക്ക്, അങ്ങനല്ലേ. 150 ഇനി കൂടുതൽ വരുന്നുണ്ടോ, 160, 170, 180, 190 അല്ലേ. ഇത്രയാണ് അല്ലേ. പിന്നെ അതിൻ്റെ കൂടുതലായിട്ട് വരുന്നുണ്ടോ, കൂടുതലായി വരുന്നുണ്ടെങ്കിൽ പറയും കേട്ടോ. ഉണ്ടോ, ഇല്ലല്ലോ. ഒരു 0 ആയിട്ട് വരുന്നത് തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ എത്ര എണ്ണം വരുന്നുണ്ട്, ഈ 100ൽ തന്നെ നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്, 3 ഡിജിറ്റ് നമ്പറിൽ ഒരു 0 വരുന്നത് എത്ര എണ്ണാന്നാണ് ചോദിച്ചത്. അപ്പോൾ 3 അല്ലേ. ഈ 100ൽ, ഇനി 200ൽ വരുന്നില്ലേ, 201, 202, 203 ഒക്കെ ഒരു 0 അല്ലേ. 204, 205, 206, 207, 208, 209, 210, പിന്നെ 220, 230 അങ്ങനെ 2ൻ്റെ വരും അല്ലേ. അതുപോലെ 3ൻ്റെ 301, 302, 303, 304 അങ്ങനെ പോയി 390 വരും അല്ലേ. പിന്നെ 400ലും അങ്ങനെ വരുന്നുണ്ട്, 500, 600, 700ലും 801 അല്ലേ, 901, 902, 903, 904, 905 അങ്ങനെ പോയി 990 വരെ വരും അല്ലേ. അപ്പോൾ മൊത്തം എത്ര കിട്ടുന്നുണ്ട് നമുക്ക്, ഓരോ ഇതിൽ എത്ര ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 18 എണ്ണം ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ 2ലും അങ്ങനെ തന്നെ 18 എണ്ണം വരുന്നുണ്ട് അല്ലേ. 3ലും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എത്ര എണ്ണം വരുന്നുണ്ട്, എന്താണ് 9 അല്ലേ, 990 വരും അല്ലേ. അപ്പോൾ 9 എണ്ണത്തിൽ എത്ര 18 എണ്ണം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ 18 ഇൻറ്റു എന്താണ് 9 ചെയ്ത് നോക്കുക. അപ്പോൾ 80 ഇൻറ്റു 9 എത്ര 162 അല്ലേ. അപ്പോൾ എന്താണ് ഇതിന് ആൻസർ നമുക്ക് ഒരു ഡിജിറ്റ് വരുന്നത് എത്രയാണ് 162 ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് 162 ആണ്. ഇത്രയും 3 ഡിജിറ്റിൽ ഒരു 0 വരുന്നത് 162 എണ്ണം ഉണ്ട്. ഓക്കെ, ദെൻ ഇനി എന്താണ്, ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്തൗട്ട് എനി 0. എന്താണ് 0 ഇല്ലാത്ത എത്ര 3 3 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 0 ഇല്ലാത്ത എന്ന് പറയുമ്പോൾ എത്രയാണ് 0 ഇല്ലാത്തത്, 100, 200, 300 എന്താണ് 0 ഉണ്ട് അല്ലേ. അതുപോലെ 101, 102, 103 അതിലൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ ഇല്ലാത്ത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ എത്ര ഉണ്ട് നമുക്കറിയാം. എത്രയാണ് 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത്, ആകെ 3 ഡിജിറ്റ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് 900 ആണ് നമുക്കറിയാം. അപ്പോൾ 3 ഡിജിറ്റ് നമ്പർ എത്രയാണ് 900 ആണ് അല്ലേ. പിന്നെയോ 2 പൂജ്യമുള്ള എത്രയാണ് 9 ആണെന്ന് അറിയാം. ഒരു പൂജ്യമുള്ള 162 അല്ലേ, 162 ആണെന്ന് പറയാം അല്ലേ. അപ്പം നമുക്ക് ഒരു 0 ഉള്ളത് 2 0 ഉള്ളതിലും കൂടി കുറച്ചിട്ടാണ് ഇതെന്ന് വരേണ്ടത് അല്ലേ. അപ്പോൾ ഈ 900ന്ന് ഈ ഒരു 0 ഉള്ളതും 2 0 ഉള്ളതും കൂടി കുറയ്ക്കണം അല്ലേ. 162 9 കൂട്ടിയാൽ എത്ര നമുക്ക് കിട്ടുക,
171 കിട്ടും അല്ലേ. അപ്പം 900 171 കുറയ്ക്കുക. അപ്പം എത്ര കിട്ടും നമുക്ക്? 729 കിട്ടും അല്ലേ. അപ്പോൾ 729 കിട്ടും. അപ്പോൾ 3 ഡിജിറ്റ് ഒന്നും കൂടി പറഞ്ഞുതരാം. 3 ഡിജിറ്റ് നമ്പറിൽ 0 ഒന്നും ഇല്ലാത്ത എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ മൊത്തം എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട് എന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്. മൊത്തം എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 900 ആണ് അല്ലേ. ഈ 900 പിന്നെന്താണ്? ഒരു പൂജ്യമുള്ളവും 2 പൂജ്യമുള്ളവും കുറയ്ക്കണം നമുക്ക് അല്ലേ. പൂജ്യം ഇല്ലാത്തതല്ലേ വേണ്ടത്. അപ്പോൾ എന്താക്കുക? ഈ ആദ്യം എന്താക്കുക? ഈ ഒരു പൂജ്യമുള്ളവും 2 പൂജ്യമുള്ളവും കൂടി കൂട്ടി എത്ര? 171 ആണ് അല്ലേ. അതെന്താക്കുക? ഈ 900 കുറയ്ക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 729 കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ മെനി 2 ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ്? ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ് ത്രൈസ്? അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്ര 2 ഡിജിറ്റ് നമ്പർ ഉണ്ട് സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ് ആവുന്നത് എന്നുള്ളതാണ്. 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ സെയിം നമ്പർ വരുന്ന ഏതൊക്കെയാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഏതൊക്കെയാണ് വരിക? 11 അല്ലേ. 11, 22, 33, 44, 55, 66, 77, 88, 99 അല്ലേ. ഇതൊക്കെ എന്താണ്? റിപ്പീറ്റ് ചെയ്യുന്ന നമ്പറാണ് അല്ലേ. 2 ഡിജിറ്റ് നമ്പറിൽ സെയിം ഡിജിറ്റ് വരുന്നതാണ് അല്ലേ. 11 അല്ലേ. അതൊക്കെ എന്താണ്? അപ്പോൾ എത്ര എണ്ണമാണ്? 9 അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കുക? ആൻസർ ഇവിടെ 9 എന്ന് കൊടുക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ഇത് 9 ആണ് അല്ലേ. 2 ഡിജിറ്റ് നമ്പർ എത്ര റിപ്പീറ്റ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ആൻസറാണ് 9. ഇനി ഹൗ മെനി 3 ഡിജിറ്റ് നമ്പേഴ്സ് വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റർ? അതേപോലെ തന്നെ അല്ലേ. 3 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് ആകുമ്പോൾ 11, 22, 33 പറയും അല്ലേ. 3 ഡിജിറ്റ് ആകുമ്പോൾ സെയിം നമ്പർ വരുമ്പോൾ 111, 222, 333, 444, 555, 666, 777, 888, 999 അല്ലേ. എത്രയാണ്? അതും ആൻസർ നമുക്ക് എന്താണ്? 9 ആണ് അല്ലേ. 9 എണ്ണി നോക്കുക കേട്ടോ. സെയിം നമ്പർ റിപ്പീറ്റ് ആവുന്നത്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, അപ്പം എങ്ങനെയാ അപ്പോൾ എത്ര? 101, 111, 121, 131, 141, 151, 161, 171, 181, 191 അല്ലേ. ഇനി 200 വരുന്നതോ? 202, പിന്നെ 212 തിരിച്ചെഴുതിയാലും എന്താണ്? സെയിം ആവണം അല്ലേ. എന്നാലേ പാരൻട്രിക് നമ്പർ ആവുള്ളൂ. പിന്നെ 222, 232 അങ്ങനെ പോലെ 291 വരും. 3ലും അങ്ങനെ തന്നെ 303, 313 അങ്ങനെ പോയി. ഇതെന്താ? 393 എന്നാവും അല്ലേ. അതുപോലെ 4ലും 5ലും 6ലും 7ലും 8ലും 9ലും ഇല്ല 901, 909 പിന്നെന്താണ്? 919, 929 അങ്ങനെ എഴുതിയിട്ട് 999 വരെ നമുക്ക് എഴുതാം അല്ലേ. അപ്പോൾ എത്ര എണ്ണമായി? 9 എണ്ണം ഉണ്ടാവും അല്ലേ. 100, 200, 300, 900 വരുമ്പോൾ 9 എണ്ണം അല്ലേ. ഓരോന്നിലും എത്ര എണ്ണം ഉണ്ട്? 10 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ 9 × 10, 9 × 10 ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9G കിട്ടും അല്ലേ. 9 × 10 ചെയ്താൽ 90 അല്ലേ. അപ്പോൾ എത്ര 3 ഡിജിറ്റ് നമ്പർ ഉണ്ട്? 90 നമ്പേഴ്സ് അല്ലേ. എത്ര ഡിജിറ്റാണ്? 3 ഡിജിറ്റ് 90. ഓക്കെ, ഇതേപോലെ തന്നെ 4 ഡിജിറ്റ് നമ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് 4 ഡിജിറ്റ് നമ്പറിൽ നമുക്ക് ചെയ്യുക? 4 ഡിജിറ്റ് നമ്പർ വരുമ്പം എങ്ങനെ എഴുതുക നമുക്ക്? ഇപ്പോൾ എന്താണ് 4 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 1000 ആണല്ലോ അല്ലേ. 1000-ലല്ലേ വരുന്നത്? അല്ല 10,000 അല്ലേ. 10,000-ലാണ് എന്ത്? 4 ഡിജിറ്റ് നമ്പർ വരുന്നത് അല്ലേ. ഓക്കെ, 4 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 10,000 അല്ലേ. അപ്പോൾ 10,000-ൽ വരുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആദ്യം 4 ഡിജിറ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 1000 അല്ലേ മക്കളെ. പിന്നെ 10,000 ആയി അല്ലേ. ഓക്കെ, 1000 അല്ലേ. അപ്പോൾ എന്താണ് 4 ഡിജിറ്റ് നമ്പർ പറയുമ്പോൾ 1000 അല്ലേ. 1000-ൽ അപ്പോൾ എത്ര പാരൻട്രിക് നമ്പർ ചെയ്തു? നമുക്ക് നമുക്ക് 1001 എഴുതാം അല്ലേ. പിന്നെ എങ്ങനെ എഴുതാ? ഉള്ളിൽ സെയിം ആയിട്ടുള്ളത് അല്ലേ. എങ്ങനെ എഴുതാ? 11 ഇത് എഴുതാം. പിന്നെയോ 100 ഇങ്ങനെ എഴുതുക. പിന്നെ ഇങ്ങനെ എഴുതുക അല്ലേ. അപ്പോൾ സെയിം ആയി വരണം അല്ലേ. അങ്ങനെ എഴുതിയാൽ നമുക്ക് എന്താ അടുത്ത ഏതായിരിക്കും എഴുതുക? 1 അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതല്ലേ. സെയിം നമ്പർ തന്നെ ഉള്ളിൽ വരണം, എന്നാലേ നമുക്ക് പാരൻട്രിക് നമ്പർ ആവുള്ളൂ. അപ്പോൾ 1000, 881,
1991 വരെ എഴുതുക അല്ലേ. അപ്പോൾ ഇത് എത്രണ്ണായി? 10 അതേപോലെ 2002 ഇതേപോലെ തന്നെ എഴുതുക. 3000 എഴുതുക, 4000 അല്ലേ, അങ്ങനെ 9 എണ്ണം കിട്ടും അല്ലേ. അതേപോലെ ഇത് എത്ര ഉണ്ട്? 10 അല്ലേ. അപ്പോൾ 9 × 10 ഇവിടെ എത്രയാണ്? 90 അല്ലേ. 4 ഡിജിറ്റ് നമ്പറിൽ നമുക്ക് എന്ത് വരും? 90 എണ്ണമാണ് എന്ത് 4 ഡിജിറ്റ് നമ്പറിൽ പാലൻഡ്രമിക് നമ്പർ ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഹൗ മെനി 4 ഡിജിറ്റ് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ് യൂസിങ് ഓൾ ദി ഡിജിറ്റ് 1 2 3 4. എത്ര ഡിജിറ്റ് നമുക്ക് ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 4 ഡിജിറ്റ് നമ്പേഴ്സ് എത്ര എണ്ണം ഉണ്ടാക്കാമെന്നാണ് ഈ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഈ നമ്പർ വെച്ചിട്ട് 1 2 3 4 വെച്ചിട്ട് എത്ര 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമ്മൾ മുകളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ. എന്ത് 2 ഡിജിറ്റ് ആണെങ്കിൽ എന്താണ് 2 നമ്പറാണ് അല്ലേ. 3 അപ്പോൾ 2 ഡിജിറ്റ് 1 2 എടുക്കുകയാണെങ്കിൽ 12 21 ആക്കി എടുക്കുക അല്ലേ. ഇനി 3 ഡിജിറ്റ് ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ ആ നമ്പർ ആദ്യത്തെ ചേർക്കുക, പിന്നെ രണ്ടാമത് ചേർക്കുക, ലാസ്റ്റ് ചേർക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു അല്ലേ. അങ്ങനെ ആകുമ്പോൾ എത്ര കിട്ടും നമുക്ക്? 2 ഡിജിറ്റിൽ 2 ഡിജിറ്റിൽ 2 കിട്ടി അല്ലേ. 3 ഡിജിറ്റിൽ 3 × 2 6 കിട്ടും അല്ലേ. അപ്പോൾ 6 അല്ലേ ഇവിടെ കിട്ടിയത്. ഇനി 4 ഡിജിറ്റിൽ എത്ര കിട്ടും? 4 × പിന്നെ നേരത്തെ 6 അല്ലേ, അപ്പോൾ 4 × 6 24 ആണ് അല്ലേ. അപ്പോൾ നമുക്ക് എത്ര നമ്പേഴ്സ് കിട്ടും? 24 ഡിജിറ്റ് 24 4 ഡിജിറ്റ് നമ്പർ ഉണ്ടാക്കുക ഈ 1 2 3 4 വെച്ചിട്ട്. ഓക്കെ, ഇനി അതിൻ്റെ സമ്മ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സമ്മിന് അപ്പോൾ നമുക്ക് ആ നമ്പർ ഏതൊക്കെ എഴുതുന്നു ആദ്യം എഴുതണം അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? 1 2 3 4 എഴുതുക. പിന്നെ ഏതാണ്? 1 2 4 3 1 4 2 3 1 4 3 3 1 3 2 4 അങ്ങനെ 1 3 4 2 2 1 3 4 അങ്ങനെ ആ നമ്പേഴ്സ് ഒക്കെ എഴുതുക. എന്നിട്ട് അതിൻ്റെ സമ്മ എത്ര ആയിരിക്കും നമുക്ക് കിട്ടുക? 66,660 ആയിരിക്കും അതിൻ്റെ സമ്മ് കേട്ടോ. 66,660 ആയിരിക്കും അതിൻ്റെ സമ്മ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ അവസാനിച്ചു കേട്ടോ. അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ചാപ്റ്റർ അടുത്ത ടീച്ചർ എന്താണ് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.